ഹലോ. ഓ കവിത, എത്ര നാളായി വിളിച്ചിട്ട്. നമ്പർ പോയോ? ആ, എന്റെ കയ്യിൽ നിന്ന് നിന്റെ നമ്പറും പോയി. ആണ് കുഞ്ഞമ്മയൊക്കെ എന്തെടുക്കുന്നത്? ഓ ഇല്ലടാ, ഇല്ല ഇല്ല, അമ്മ ഇവിടെ ഇല്ല. ഇല്ല, ഏട്ടനും ഞാനും ഉള്ളു. ആഹാ, ക്ലാസ്സിൽ പോന്നണ്ടാ? ശരി ശരി. ഇല്ല, ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. സുഖം. ഇല്ലില്ല, ഏട്ടൻ പോയിട്ടില്ല. പോവാനായിട്ടുള്ള തയ്യാറെടുപ്പിലൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ആഹാ, അങ്ങോട്ടൊക്കെ ഇനി. അയ്യോ, ഏട്ടൻ പോവാൻ ഇറങ്ങി. ഞാൻ വിളിക്കാവേ. വിളിക്കാം. ഇല്ലില്ല, നമ്പർ ഞാൻ സേവ് ചെയ്തോളാം. ഓക്കെ. ആ, അവളായിരുന്നു കുഞ്ഞമ്മയുടെ മോള് കവിത. സുഖമായിരിക്കുന്നവള്? ആ, സുഖം. നിനക്ക് സുഖം തന്നെയല്ലേ? എന്താ? എനിക്ക് പോണ്ടേ ഓഫീസില്? പൊക്കോ. പോട്ടെ. എന്താ എന്താ നീ ഹെൽമെറ്റും ഇതൊക്കെ ആരെടുത്ത് തരുന്നത്? അത് ഇവിടെ ഇരിപ്പില്ല, ഒന്ന് എടുത്താൽ എന്താ? നീയല്ലേ നീ എടുത്ത് തരുന്നത്? ഇത് ഒരു ദിവസം ഞാനില്ലെങ്കിൽ ഇതൊക്കെ ചെയ്യണ്ടേ തനിയെ? നീ ഇല്ലാതാകുമ്പോഴല്ലേ, അത് ഞാൻ നോക്കിക്കോളാം നേരം. ഇടി ഒരു കാര്യത്തിന് ഇറങ്ങാൻ രാവിലെ പോകുമ്പോൾ ഐശ്വര്യമായിട്ട് ചിരിച്ച മുഖത്തോടെയാണ് ഭാര്യയെ കാണേണ്ടത്, അല്ലെങ്കിൽ മോന്തയും വലിച്ചിറങ്ങിക്കുന്ന ഒരാളല്ല കാണേണ്ടത്. അതിന് ഞാൻ എന്ത് ചെയ്ത്? അല്ല, ഇപ്പൊ ഞാനൊരു കാര്യത്തിന് പോകുമ്പോൾ കൊണ്ടുപോകുന്ന രീതിയിലാണ് തരുന്നത്. വേണ്ട, നിനക്ക് ഒരു കാര്യത്തിൽ എന്നോട് സ്നേഹമില്ല, ഒരു കാര്യത്തിൽ ശ്രദ്ധയില്ല. ഞാൻ എന്ത് ചെയ്തെന്ന് ഏട്ടൻ? നീ രാവിലത്തെ ചായ എങ്ങനെ ഉണ്ടായിരുന്നു? ചായക്കകത്ത് പാലായിരുന്നോ, വെള്ളമായിരുന്നോ, പഞ്ചസാരയായിരുന്നോ കൂടുതൽ? ഞാൻ എന്നും അങ്ങനത്തെ ചായ തന്നെയല്ലേ തരുന്നത്. അല്ല, പിന്നെന്താ? ഇന്ന് പഞ്ചാര ചായ ആയിരുന്നു. സ്നേഹം കാണിക്കുന്ന പഞ്ചാര ഇട്ടല്ല കാണിക്കുന്നത്. ഏട്ടൻ അപ്പൊ പറയായിരുന്നല്ലോ ചായക്ക് പഞ്ചസാര കൂടുതലാന്ന്. ഞാൻ പറഞ്ഞല്ലോ, കൊണ്ട് ദൂരെ കളഞ്ഞല്ലോ. എനിക്ക് വേണ്ട. ഇന്നലെ ഒരു ഷർട്ട് നീ കരിച്ചു. എന്നും കരിക്കുന്നുണ്ടോ? അബദ്ധത്തിൽ എപ്പോഴും വല്ലപ്പോഴും അല്ലേ ഇങ്ങനെ വരുന്നുള്ളൂ. അപ്പൊ ഇന്നിപ്പോ ചായ ഇട്ടപ്പോ അബദ്ധം, ഇന്നലെ ഷർട്ട് കരിച്ച അബദ്ധം, മൊത്തം അബദ്ധം തന്നെയല്ലേ നിനക്ക്? എന്താടാ? അല്ലടി, ഞാൻ ഓഫീസിൽ പോണ സമയത്ത് ഇത് എടുത്തരണ്ടേ അവള്. എവിടെ അങ്ങനെ ഫോൺ ചെയ്ത് കുഞ്ഞമ്മയുടെ മോളെ കാണാൻ പോയിക്കണം. നാത്തൂനെ ആ സമയത്തൊന്ന് കവിത വിളിച്ചു, എന്റെ കുഞ്ഞമ്മയുടെ മോളില്ലേ. അപ്പൊ ഞാൻ സംസാരിച്ച് അറിയാതെ അങ്ങോട്ട് പോയി. അറിയാതെ ഇവിടെ പോയി ഭാഗ്യം, എന്റെ ഭാഗ്യം. വെളിയോട്ട് പോയി വണ്ടി ഇടിച്ചാത്തനെ. നിനക്കിപ്പോ സാധനം കിട്ടിയല്ലോ. പോ. സാധനം കിട്ടി. ഞാൻ ചായ കുടിച്ചില്ല. ചായ കുടിക്കണമെങ്കിൽ കുടിക്കണ്ട. പോ. ആരും നീ ചോദിച്ചില്ലല്ലോ. എന്ത്? അവള് പഞ്ചാര കളിക്ക് തന്നെ ചായ. എന്നിട്ട് എന്ത് ചെയ്ത്? ഞാൻ കളഞ്ഞല്ലോ. ആ പ്രശ്നം തീർന്നല്ലോ. പുറത്തുനിന്ന് ചായ കുടിക്കാൻ പറ്റുമല്ലോ. എന്നാ പോ. എന്റെ ഷർട്ട് കരിച്ചു, അതിനടുത്ത് ഉത്തരം പറയും. അത് വേറൊരു ഷർട്ട് എടുത്താൽ മതി. നീ മേടിച്ചു തരും എനിക്ക്? വെറുതെ നിന്നങ്ങ് തർക്കിക്കാണ്, വെറുതെ നിന്ന് തല്ലി പിടിക്കാണ്. ഇറങ്ങാൻ നേരത്ത് സന്തോഷത്തോടെ നീ ഒന്നും പറയണ്ട. പോകുമ്പോഴത്തേനും നിനക്കൊന്ന് മര്യാദക്ക് വന്ന് നിന്നാലെന്താ കുഴപ്പം? എന്നും ഞാൻ അങ്ങനെയല്ലേ? ഇന്നൊന്നും അറിയാതെ ഫോൺ ചെയ്ത് പോയി നാത്തൂനെ. എന്നിട്ട് നീ കൂടിപ്പോ. നാത്തൂനെ. വന്നോ? നാത്തൂനെന്താ ഞാൻ പറഞ്ഞത് കേൾക്കാതെ ഇങ്ങോട്ട് ഓടിപ്പോന്നത്? എന്ത് കാര്യത്തിനാ കേൾക്കണത്? എപ്പോഴും ഉള്ളതല്ലേ കുണുകുണാന്ന് പറഞ്ഞോണ്ട് രാവിലെ തുടങ്ങും രണ്ടും കൂടി. എനിക്ക് വേറെ പണിയുണ്ട്, നിന്റെയൊക്കെ കാര്യങ്ങൾ കേൾക്കലല്ല. ഇങ്ങോട്ട് വന്നേ. എന്താ പറഞ്ഞോ? ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് വന്നേ. പറയാൻ. ഇത് ഞാൻ എപ്പോഴും പറയണ പോലൊന്നും അല്ല. ഏട്ടന് ഈയിടെയായിട്ട് എന്നോട് ഒരു സ്നേഹം തുടങ്ങി. ഏട്ടന് സ്നേഹമില്ല. ഏട്ടനിപ്പോൾ എന്നെ അനാവശ്യമായിട്ട് എപ്പോഴും വഴക്ക് പറയുന്നു. തൊട്ടതിനും പിടിച്ചതിനൊക്കെ എന്നോട് ദേഷ്യപ്പെടുന്നു. വേറെ ഏതോ പെണ്ണുമായിട്ട് ബന്ധമുണ്ട്. ഇതൊക്കെ അല്ലേ? ഇതല്ലേ? അതല്ല നാത്തൂനെ, ഇന്ന് തന്നെ കണ്ടില്ലേ ഞാനൊന്ന് ഫോൺ ചെയ്ത് പോയതിന് എന്തൊക്കെ കോലാഹലം അവിടെ കിടന്നുണ്ടാക്കിയത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇന്നത്തെ പ്രശ്നം അത് മാത്രമാണോ? ചായക്ക് മധുരം കൂടിയെങ്കിൽ അപ്പ പറയണ്ടേ, ഞാൻ പിന്നെ മാറ്റി കൊടുക്കത്തില്ല. അപ്പ പറയാത്തതാണോ നിന്റെ കുഴപ്പം? അവൻ ചായ കുടിച്ച് അവന് ഇഷ്ടപ്പെട്ടില്ല, തുപ്പിക്കളഞ്ഞതോടുകൂടി തീർന്നല്ലോ. എന്നും ഇങ്ങനത്തെ ചായയാണോ കൊടുക്കുന്നത്? ഒരു ദിവസം ഇപ്പൊ ഇത്തിരി മധുരമൊക്കെ കൂടിപ്പോവും, അതിന് ഇങ്ങനെ കിടന്ന് ചാടണ എന്തിനാ? എടി പൊട്ടി, ഒരു മനുഷ്യന് ചായ കുടിക്കാൻ ആഗ്രഹം തോന്നി ഒരു ചായ കുടിക്കുമ്പോ കുടിക്കാൻ കൊള്ളാത്ത ചായ കൊടുത്ത് ആർക്കാണെങ്കിലും ദേഷ്യപ്പെടൂലേ? ആരാണെങ്കിലും അത് തന്നെ ചെയ്യുള്ളൂ. ഷർട്ട് കരിച്ചു കളഞ്ഞു, അപ്പൊ എന്ത് പറയണം? എന്റെ ഷർട്ട് കരിച്ചു, വളരെ സന്തോഷമുണ്ടെന്ന്. ഞാൻ എപ്പോഴും ഷർട്ട് കരിക്കുവാണോ? ദിവസം ഷർട്ട് കരിച്ചോണ്ടിരിക്കുവാണോ? അങ്ങനെ ഒരു അബദ്ധമൊക്കെ പറ്റും. ഏട്ടന് എന്തോ ഒരു അബദ്ധം പറ്റുന്നുണ്ട്. അപ്പൊ നീയും പറഞ്ഞോ? നീ പറയാത്ത അവന്റെ കുറ്റാണോ? അതിന് ഞാനും പറയാം. എല്ലാ മനുഷ്യനും ചെയ്യണ കാര്യങ്ങളെ അവനും ചെയ്യണുള്ളൂ. അല്ലാതെ നീ ഒരുപാട് അങ്ങ് ഉണ്ടാക്കി വെക്കൊന്നും വേണ്ട. ചുമ്മാ ഇരിക്കുമ്പോ അവക്ക് അങ്ങ് തോന്നുകയാണ് 6 മാസം കൂടുമ്പോ അവക്ക് ഈ ഇളക്കമുള്ളതല്ലെങ്കിലും. നാത്തൂനല്ലേലും എപ്പോഴും ആങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യുള്ളൂ. എന്നോട് ഇവിടെ ആർക്കാ സ്നേഹമുള്ളത്? അതെ, നിന്നെ കുറെ പുകഴ്ത്തി മുഖസ്തുതി പറഞ്ഞ് നീ ചെയ്യുന്നതെല്ലാം നല്ലതാന്ന് പറയണത് മാത്രമൊന്നും അല്ല സ്നേഹം. നിന്റെ കുറ്റവും കുറവും ഒക്കെ പറഞ്ഞു തരുന്നതാണ് യഥാർത്ഥ സ്നേഹം. അതാണ് അവന്റെ ഉള്ളിൽ. അല്ലേ ക്ലിറ്റോ? അങ്ങനെയല്ലേ? ഞങ്ങൾ തമ്മിൽ എന്തെല്ലാം പ്രശ്നം ഉണ്ടാവുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ നമ്മുടെ കുറ്റങ്ങളും കുറവുകളൊക്കെ കണ്ടുപിടിക്കും അല്ലേ? അതിനിവളിങ്ങനെ പറഞ്ഞ് പറയേണ്ട കാര്യമുണ്ടോ?
എനിക്കാ തെറ്റ് പറ്റിയത് ഇവിടെ വന്ന് നാത്തൂനോട് ഇതൊക്കെ പറയണേന്. ഞാൻ പോവാ. ആ പോ, അതാ നല്ലത്. ചുമ്മാ ഇരുന്ന് ഓരോ പ്രശ്നം ഉണ്ടാക്കണത് അല്ലേ ക്ലീറ്റോ? ക്ലീറ്റോന്റെ അഭിപ്രായം എന്താ? അയ്യോ, നാക്ക് ഇറങ്ങിപ്പോയായിരിക്കും. ഹലോ 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 ആരാണ് വിളിച്ചിട്ട്? ഹലോ 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 കേൾക്കാമോ? ഹലോ മിണ്ടായിരിക്കുന്ന മൊത്ത കുരി. ഹലോ 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 നിങ്ങൾ ആരാണ്? എന്തിനാ വിളിച്ചിട്ട് കട്ട് ചെയ്യുന്നത്? അയ്യോ ചൂടാവല്ലേ. പിന്നെ ചൂടാവാതെ നിങ്ങൾ വിളിച്ചിട്ട് കട്ട് ചെയ്യുന്നത് എന്തിനാ? ഇത് കനികേട്ടന്റെ നമ്പർ അല്ലേ? അതെ, ഞാനൊന്ന് പരിചയപ്പെടാൻ വേണ്ടി വിളിച്ചതാ. ഓ ശരി. ആ ആരാണ്? എന്റെ പേര് ശരണ്യ. ആ കനികേട്ടൻ എന്നെ ചിലപ്പോ കണ്ടിട്ടുണ്ടാവും. എവിടെ? ഞാൻ ഇലക്ട്രിസിറ്റി ഓഫീസിൽ കറണ്ട് ബില്ല് അടയ്ക്കാൻ വന്നപ്പം കനകേട്ടനാ ഒരു പ്രാവശ്യം എന്റെ ബില്ല് അടച്ചത് തിരക്ക് കാരണം. ഓ ശരി. ആ ഇപ്പൊ തിരക്കാണോ? ആ ഞാൻ കുറച്ച് തിരക്കിലാണ്. ഞാൻ ഇടയ്ക്ക് വിളിക്കുന്നോണ്ട് കുഴപ്പമുണ്ടോ? ഇല്ല, കുഴപ്പമില്ല. വിളിച്ചോളൂ വിളിച്ചോളൂ. ശരി ശരി കനകേട്ട. ഓ ശരി ശരി. മോനെ കുറേ നേരമായുള്ള സുള്ളു. ഇത് ചുമ്മാ ആദ്യം 2 പ്രാവശ്യം വിളിച്ച് കട്ട് ചെയ്തു. അതിനുശേഷം വിളിച്ചിട്ട് പരിചയപ്പെടാനാണെന്ന് പറഞ്ഞു. ഇത് പണ്ട് കണ്ടിവിടെ വന്നപ്പോൾ നമ്മൾ ബില്ലടയ്ക്കാനാണ് സഹായിച്ചെന്ന്. എൻ്റെ നന്ദി പറയാൻ വിളിച്ചാണെന്ന്. എന്തായാലും നന്ദി ജമന്തി അറിയണ്ട. അതല്ല, അമ്മയുടെ ഭാഷ പറഞ്ഞാലേ എലിനിടെ കുത്തായിരിക്കും വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ. അതെ വരുവാ. ഉണ്ട് ഉണ്ട്. ഇട്ട് വരാവേ. ഹലോ ഹലോ ആരാണ്? എന്തിനാ കട്ട് ചെയ്തത്? ഞാൻ ഇവിടെ കാപ്പി പിടിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഓ വീട്ടിലായിരുന്നോ? ആ അതെ അതെ. പിന്നെ ഓഫീസിൽ പോകുന്നത്? പോണം, കാപ്പി പിടിച്ചിട്ടില്ലേ ഓഫീസിൽ പോകണം. എന്തായാലും ഭയങ്കര കഷ്ടമാട്ടോ. എന്ത് പറ്റി? എന്റെ നമ്പർ ഇതുവരെ സേവ് ചെയ്തില്ലല്ലോ. ആ ഞാൻ സേവ് ചെയ്യാം. ഇന്നലെ ഞാൻ എന്തോരം സംസാരിച്ചു, എന്നിട്ട് എന്നെ പറ്റി ഒന്നും ചോദിച്ചില്ലല്ലോ. ഇപ്പൊ എന്താ ചോദിക്കാന്? എന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്, ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ കല്യാണം കഴിച്ചതാണോ എന്നൊക്കെ ഒന്ന് ചോദിക്കാറുണ്ടല്ലോ. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് അച്ഛനുണ്ട്, അമ്മയുണ്ട്, പിന്നെ ഞാനുണ്ട്. കല്യാണം കഴിച്ചാണോ? കല്യാണം കഴിച്ചിട്ടില്ല. എന്ത് ചെയ്യുന്നു? കള്ളൻ. ഞാൻ ചോദിച്ച പോലെയൊക്കെ തന്നെ പറയുവല്ലേ. ഏട്ടന്റെ സംസാരം കേൾക്കാൻ എന്ത് രസാന്നറിയോ. ശരി, വേറെ വിശേഷമൊന്നുമില്ലല്ലോ? എന്താ ഇത്ര ധൃതി? എനിക്ക് ഓഫീസിൽ പോണം. അതൊന്നുമല്ല, ഞാൻ വിളിക്കുന്ന ഇഷ്ടമല്ലാഞ്ഞിട്ടല്ലേ. അങ്ങനെയാണെങ്കിൽ ഇനി ഞാൻ വിളിക്കത്തില്ല കേട്ടോ. ഹലോ
വേണ്ട വേണ്ട, ഇനി ഒന്നും പറയണ്ട. ഹലോ 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 ആ ഹലോ ഏട്ടാ, ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു, എന്താ ഇങ്ങനെ ഫോൺ കട്ട് ചെയ്യുന്നത്? ഞാൻ കുളിച്ചോണ്ടിരിക്കുകയായിരുന്നു. ആണോ? വൈഫ് ഉണ്ടോ അടുത്ത്? ഇല്ല. പിന്നെ എന്നെ ഒന്നും ഇതുവരെ തിരിച്ചു വിളിച്ചില്ലല്ലോ. എന്താ കാര്യം? എന്താ സത്യത്തിൽ നിങ്ങൾ ആരാണ്? ഞാൻ ശരണ്യ. എന്താ ഇങ്ങനെ ചോദിക്കുന്നത്? രാവിലെ ഞാൻ എല്ലാം പറഞ്ഞതല്ലേ. എൻ്റെ പേര് ശരണ്യ, വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, കല്യാണം കഴിച്ചിട്ടില്ല. ഇത്ര പെട്ടെന്ന് ഇതൊക്കെ മറന്നു. ഇപ്പൊ എന്താ വേണ്ടേ? ഞാനൊരു ഗുഡ് നൈറ്റ് ഒക്കെ പ്രതീക്ഷിച്ചു. ഗുഡ് നൈറ്റ്. ഇതുവരെ ഉറങ്ങിയില്ലല്ലേ? ഉറങ്ങാൻ പോകുന്നേ ഉള്ളൂ. അല്ല, ഞാൻ വിളിച്ചത് ഇഷ്ടമായില്ലാന്ന് തോന്നുന്നു. നേരി കാണാത്ത ഒരാളോട് എന്താ സംസാരിക്കാനാ? അതിനെന്താ, നമുക്കൊന്ന് കാണാലോ. അങ്ങനെയാണെങ്കിലേ നമുക്ക് നാളെ രാവിലെ 8 മണിയൊക്കെ ആകുമ്പോൾ ഗാന്ധി പാർക്കിലൊന്ന് കണ്ടാലോ? ഹലോ, ഞാൻ കുറച്ച് തിരക്കില്ല. ഹലോ ഹലോ ഇതാരാ ഏട്ടനെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് രാത്രിയൊക്കെ? എൻ്റെ ഒരു ഫ്രണ്ട്. ഇപ്പോൾ 2-3 ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നത്, അങ്ങോട്ട് അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ആരെയും പാതിരാത്രിക്ക് ഒക്കെ നോക്കൂല്ലേ? പ്രത്യേക സമയമൊന്നുമില്ലല്ലോ. ജമന്തി, ജമന്തി വന്നേ. ഇതെന്താ നേരത്തെ? കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്ക. അല്ല, നേരത്തെ ഇത് എവിടെ പോകുന്നു? എനിക്ക് 8 മണിയാകുമ്പോൾ ഒരാളെന്ന് കാണാനുണ്ട്. 8 മണിക്ക് ഒരാളെ കാണാൻ പോകണം. നീ എൻ്റെ ഒരു കൂട്ടുകാരനെ. ഒറ്റയ്ക്കാണോ? ഫാസിൽ വരുമോ? ഇല്ല, ഫാസില് വരില്ല. ഫാസില് ഞാൻ നേരിട്ട് അങ്ങ് പോകണം. അവിടെ ആളെ കണ്ടിട്ട് അതുവഴി ഓഫീസിലോട്ട് പോകും. നേരത്തെ പറയാറുന്നില്ല, ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചേനല്ലോ. അതിപ്പോഴാ പറഞ്ഞത്. നീ പെട്ടെന്ന് എടുക്കണേ, എടുക്ക്. ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പോയാൽ മതി. ഇവിടെ നിൽക്കണ
ജമന്തി എടുക്കുവാ. ആ ഞാൻ വെളിയിൽ നിന്ന് കുടിച്ചോളാം, തിരക്കുണ്ട്. ഹലോ ആ ഹലോ, ഹലോ, ചേട്ടൻ എവിടെയാ? ഞാൻ ഇവിടെ ഓഫീസിലുണ്ട്. ഓഫീസിലോ? ഞാൻ ചേട്ടനോട് അവിടെ വരാൻ പറഞ്ഞില്ലായിരുന്നോ? എവിടെ? ഗാന്ധി പാർക്കില്. അത് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞില്ലായിരുന്നു, എനിക്ക് വരാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അല്ല, അതിനുശേഷം ഞാൻ ചേട്ടന്റെ മൊബൈലിലേക്ക് മെസ്സേജ് അയച്ചായിരുന്നു, ഉറപ്പായിട്ട് വരണം എന്ന് പറഞ്ഞിട്ട്. ഞാൻ അങ്ങനെ ഈ മെസ്സേജ് ഒന്നും അങ്ങനെ നോക്കാറില്ല. ആകെ ഈ ATM കാർഡ് സെന്ററിൽ പോയിട്ട് ആ കാർഡ് പൈസ എടുത്തതിന് ശേഷമാണ് നോക്കാറുള്ളത്. എന്താ ഇഷ്ടമാണ് കേട്ടോ ചേട്ടാ, എനിക്ക് കനകൻ ചേട്ടനെ ഒന്ന് നേരിട്ട് കാണണമെന്നുണ്ടായിരുന്നു. എന്താ കാര്യം? എന്താണ്? എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ചേട്ടനെ ഒന്ന് നേരിട്ട് കാണണമെന്ന്. എന്താണ് പ്രശ്നം? എന്താണെന്ന് പറഞ്ഞോളൂ. അതല്ല, എനിക്ക് കനകൻ ചേട്ടനോട് ഫോണിൽ സംസാരിക്കാനും കാണാനും ഒക്കെ ഭയങ്കര ആഗ്രഹം തോന്നുവാ. അതെന്തിനാ അങ്ങനെയൊക്കെ? അത് എനിക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാനും ഇങ്ങനെ എന്നോട് ഒന്നും പറഞ്ഞു തരാനൊന്നും ആരും ഇല്ല, അതുകൊണ്ടാ. ഞാൻ എന്താ വേണ്ട ഇപ്പോ? ഇടയ്ക്കിടയ്ക്ക് എന്നെ ഒന്ന് വിളിക്കണം, എന്നോട് സംസാരിക്കണം, എനിക്കൊന്ന് കാണണം, അത്രയൊക്കെ മതി. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ കുടുംബമായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. എന്നെ മാത്രം വിശ്വസിച്ച് എന്നോടൊപ്പം ജീവിക്കുന്ന എനിക്കൊരു ഭാര്യയുണ്ട്. അപ്പോൾ ഇങ്ങനെയൊന്നും സംസാരിക്കുന്നത് ശരിയല്ല കേട്ടോ. നിങ്ങൾ ഇടയ്ക്കൊന്ന് വിളിച്ച. എന്തിനാ വിളിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അവൾക്ക് ഞാനും മാത്രമേ ഉള്ളൂ, അതിനിടെ വേറെ ആൾ വേണ്ട. എനിക്കാകെ അവളേ ഉള്ളൂ, അവൾക്ക് ഞാനും. ദയവ് ഇതിനെ ഇങ്ങോട്ട് വിളിക്കരുത്. എന്താണ് പ്രശ്നം? ഏട്ടനെന്താ നേരത്തെ വന്നത്? നേരത്തെ വന്നു. എന്താ, എന്ത് പറ്റി? എൻ്റെ അടുത്തൊരു കാര്യം പറയാൻ വേണ്ടി വന്നേ. എന്താ? നീ എന്താ? ഒന്നുമില്ല. നീ ഇന്നലെ എൻ്റെ അടുത്ത് ചോദിച്ചില്ലേ ഇടയ്ക്കിടയ്ക്ക് കോള് വരുന്ന ആരെന്ന്? അപ്പം ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഒരു കൂട്ടുകാരനെ വിളിച്ചെന്ന്. അത് കള്ളായിരുന്നു. ഒരു പെണ്ണാ വിളിച്ചതെന്ന്. ഈ ഇടയ്ക്കെപ്പോഴോ KCB-ലാണ്ട് വന്നപ്പോൾ ഞാനെന്ത് സഹായിച്ചെന്നാണ് പറഞ്ഞിട്ടാണ് വിളിച്ചത്. അത് നമ്മൾ ഓർത്ത് വയ്ക്കൂലല്ലോ, ഇങ്ങനെ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ സഹായം പറ്റുന്ന സഹായം ചെയ്ത് കൊടുക്കും. അപ്പം അവർ അങ്ങനെ പറഞ്ഞിട്ട് വിളിച്ച് വെറുതെ സൗഹൃദം പോലെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമായിരുന്നു. വിളിക്കണോണ്ട് കുഴപ്പമുണ്ടാകും, ഞാൻ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷെ പിന്നെ സംസാരിച്ച് വന്നപ്പോൾ അവനൊരു അത്ര സുഖത്തിലെല്ലാം തോന്നി എനിക്ക്. നിന്നെ കുറ്റം പറയുന്നു, എല്ലാവരും വേറെ എന്തൊക്കെയൊക്കെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് അതിനോട് താല്പര്യമില്ല എന്ന് പറഞ്ഞു. സത്യത്തിൽ അപ്പം എൻ്റെ അടുത്തൊരു കള്ളം പറഞ്ഞാണ്. ഇതിപ്പോൾ ഞാനിന്നിപ്പോൾ അവരെ വഴക്ക് പറഞ്ഞ് എനിക്ക് എന്നെ വിളിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നീ വിചാരിക്കുന്ന പോലൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അവരുടെ അടുത്ത് വേറെ മോശമായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല. അവർ
അവർ വിളിച്ച് അവരിങ്ങനെ മോശം സംസാരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഇനി എന്നെ വിളിക്കരുതെന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ ഞാൻ കട്ട് ചെയ്യുകയും ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കള്ളം പറഞ്ഞതിന് ഞാൻ ക്ഷമ ചോദിച്ചല്ലോ. ഞാൻ അന്നേരം പറഞ്ഞപ്പോൾ എനിക്ക് പിന്നെ അതാണ്, ഞാൻ ഓഫീസിൽ നിന്ന് എനിക്ക് അങ്ങോട്ട് ഇരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ അത് വന്ന് പറഞ്ഞ് തീർത്താൽ എനിക്ക് മനസ്സമാനം ഉണ്ടല്ലോ. നിനക്കെന്ത് ഇല്ല, വിശ്വാസമില്ല നിനക്ക്? ഞാൻ അവരെ വിളിക്കാം. അല്ല, ഒരു കാര്യം ചെയ്യാം, നീ അവരെ വിളിച്ചിട്ട് നീ അവരുടെ അടുത്ത് പറഞ്ഞാൽ മതി. എനിക്ക് ഏട്ടന് വിശ്വാസം. അതുകൊണ്ടല്ല നീ നമുക്ക് അവരെ വിളിക്കാം. വിളിച്ചിട്ട് നീ പറഞ്ഞാൽ മതി. നീ ദയവ് ചെയ്ത് വിളിക്കരുത്, ഞങ്ങളുടെ കുടുംബ തകർക്കലും നീ പറഞ്ഞാൽ മതി. വേണ്ട ഏട്ടാ. അത് കുഴപ്പമൊന്നുമില്ല. നീ എന്തിനാ ഇത്? ഏട്ടന് എന്നോട് ഈയിടെയായിട്ട് ഒറ്റ സ്നേഹമില്ലല്ലോ. അത് ഞാൻ കവിതയോട് പറഞ്ഞപ്പോ അവളാ പറഞ്ഞത് ഏട്ടനിപ്പോ വേറെ ആരോടെങ്കിലും ആയിരിക്കും സ്നേഹമെന്ന്. അപ്പൊ നമുക്ക് ശബ്ദം മാറ്റി ഒന്ന് വിളിച്ചു നോക്കാന്ന്. പക്ഷെ എനിക്കറിയായിരുന്നു ഏട്ടൻ എന്നോട് ആ സ്നേഹമെന്ന്. അവൾ പറഞ്ഞുകൊണ്ടാ ഞാൻ അങ്ങനെ ചെയ്തത്. ഏട്ടാ, എന്നോട് ക്ഷമിക്കണേ. സാരല്ല, പോട്ടെ. നമ്പർ അവളെടുത്ത് തന്നതാ. അവള് പറഞ്ഞിട്ടാ ഏട്ടാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. സോറി. സാരല്ല, പോട്ടെ. സോറി ഏട്ടാ. നീ ഇങ്ങനെ ചെയ്യോ? അപ്പോൾ എത്ര കുഞ്ഞന്മാരുണ്ട് മൊത്തം? എന്തിനാ? അവരെല്ലാം നമ്പറിങ് ഇതാ. ആ കവിതയുടെ നമ്പറിങ് എടുത്ത് മര്യാദയ്ക്ക് ജീവിക്കുന്ന, സന്തോഷത്തോടെ സ്നേഹത്തോടെ ഇഷ്ടത്തോടെ ഒരുപാട് ഇങ്ങനെ സന്തോഷിച്ച് ജീവിക്കുന്ന നമ്മളെ കുടുംബം കുളന്തോണ്ടാ ഇറങ്ങിയ കവിതയുടെ നമ്പർ. ഇതിങ്ങനെ ചെയ്യോ? ഇല്ല. സത്യം? സത്യം. Alien versus Alien.